നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, Praise the Lord. Hallelujah. സങ്കീർത്തനം 65:4 ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ കേട്ട തിരുവചനം 65-ാം സങ്കീർത്തനത്തിൽ 4-ാം തിരുലിഖിതമാണ്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഒരു ദൈവ പൈതലിനെ ക്ഷണിക്കുമ്പോൾ തിരുവചനം പറയുന്ന പല വെളിപ്പെടുത്തലുണ്ട്. ദാഹിക്കുന്നവരെ, വിശക്കുന്നവരെ, ദുഃഖം അനുഭവിക്കുന്നവരെ, ദുരിതം അനുഭവിക്കുന്നവരെ, നിങ്ങളെല്ലാം കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരിക എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ആത്മീയ മണ്ഡലത്തിലാണെങ്കിലും ഭൗതിക മണ്ഡലത്തിലാണെങ്കിലും തകർച്ച അനുഭവിക്കുന്നൊരു ദൈവ പൈതൽ കർത്താവിൻ്റെ ആലയത്തിൽ വിശുദ്ധ മന്ദിരത്തിൽ വന്നാൽ അവിടുന്ന് പുറപ്പെടുന്ന നന്മ കൊണ്ട് സംതൃപ്തരാകും എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. കാരണം കർത്താവിൻ്റെ ആലയം വിശുദ്ധമാണ്. ആ ആലയത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാം പരിശുദ്ധമാണ്. ആ അങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ പോലും വലിയ പരിശുദ്ധിയുടെ അഭിഷേകം കൊണ്ട് നമ്മൾ നിറയപ്പെടും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഈ വചനം ശരിക്കും മാംസം ധരിച്ച ഒരു വ്യക്തിയുടെ സാക്ഷ്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് സാക്ഷ്യം ഇങ്ങോട്ട് എഴുതി അയച്ചിട്ടുണ്ട്. ആ വ്യക്തി ഈറോഡ് ഭാഗത്തു നിന്നുള്ള ഒരു സഹോദരിയാണ്. ഈ സഹോദരി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ സാക്ഷി എഴുതി ഫോട്ടോ ഒക്കെ വെച്ച് സാക്ഷി എഴുതി അറിയിച്ചിരിക്കുകയാണ്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പേര് സിന്ധു റോയ്, സ്ഥലം ഈറോഡ്. 2010 ജൂൺ മാസത്തിൽ സെഹിയോനിൽ വന്ന് മാസാദ്യ വെള്ളിയാഴ്ചത്തെ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അനുഗ്രഹം കിട്ടിയ വ്യക്തിയാണ് ഞാൻ. 2005 മുതൽ അലർജി മൂലം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ദേഹം മുഴുവൻ ചൊറിച്ചിലായിരുന്നു. രാത്രി ഉറങ്ങാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. 2 വർഷത്തോളം തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. മരുന്ന് കഴിക്കുമ്പോൾ കുറയുമെങ്കിലും മരുന്ന് നിർത്തിയാൽ പിന്നെയും അസ്വസ്ഥതയാണ്. സ്കൂളിൽ തുറക്കുന്ന അവസരമായതിനാൽ കുട്ടികളെ സെഹിയോനിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ സെഹിയോനിൽ വന്നത്. ജനക്കൂട്ടത്തിന് ആധിക്യം നിമിത്തം ഞങ്ങൾക്ക് ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഇടം കിട്ടിയത്. മുമ്പിൽ സ്ക്രീനിൽ സ്റ്റേജിലെ പ്രോഗ്രാം മുഴുവൻ കാണാനും നന്നായി പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. പോരാൻ നേരം ഏതെങ്കിലും ഒരു വൈദികനെ കണ്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ജനത്തിൻ്റെ ആധിക്യത്താൽ ഒരച്ഛനെ കാണാനും ഞങ്ങൾക്ക് സാധിച്ചില്ല. എങ്കിലും ഞാൻ നിറഞ്ഞ വിശ്വാസത്തോടെ ഈശോയെ എന്ന് ഉറക്കെ വിളിച്ച് ഞാൻ നിന്നിരുന്ന മരത്തിൻ്റെ ചുവട്ടിലെ മണ്ണ് കുറച്ചെടുത്ത് അത് എൻ്റെ 2 കൈയിലും വെച്ച് കുരിശ് വരച്ച് നന്നായി പ്രാർത്ഥിച്ച് അവിടുന്ന് മടങ്ങി. പിന്നീട് ഇന്നേ വരെ അലർജി രോഗം എന്നെ ഉപദ്രവിച്ചിട്ടില്ല. കോടാനുകോടി നന്ദി കർത്താവിന്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിച്ചു നോക്ക്. 2010 വന്ന് സൗഖ്യം പ്രാപിച്ച് 2013 യാതൊരു കുഴപ്പമില്ലാത്തത് കൊണ്ട് ആ വ്യക്തി ഇങ്ങോട്ട് സാക്ഷി എഴുതി അറിയിച്ചിരിക്കുക. നിങ്ങൾ ആ സഹോദര അവസ്ഥ ചിന്തിച്ച് നോക്കുക സഹോദരങ്ങളെ. 2005 മുതൽ തുടങ്ങിയിരിക്കുന്ന അലർജിയാണ്. രാത്രി ഉറങ്ങാൻ പറ്റിയല്ല. ഒരു പ്രത്യേക തരത്തിലുള്ള ബുദ്ധിമുട്ട്, മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് പ്രത്യേക അവസ്ഥയെന്ന അവസ്ഥ. അങ്ങനെ ഇവിടെ വന്ന് ഈ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് ഈ വിശുദ്ധ മന്ദിരത്തിൽ വന്ന്
എന്നിട്ടോ അവിടെ ജനത്തിന് ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അച്ഛന്മാരൊക്കെ വെഞ്ചരിച്ച് പോയി കഴിഞ്ഞ സമയത്ത് ദൈവം ഇത് വെഞ്ചരിക്കപ്പെട്ട സ്ഥലമാണല്ലോ, ഇത് വിശദീകരിക്കപ്പെട്ട മണ്ണാണല്ലോ എന്ന് വിചാരിച്ച് അവിടുന്ന് കുറച്ച് മണ്ണെടുത്ത് വിശ്വാസത്തോടെ കയ്യിലിങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഇന്നവരെ അലർജി ഉണ്ടായിട്ടില്ല. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അതാണ് വചനം നമ്മൾ കേട്ടത്. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ ദൂരദേശങ്ങളിൽ നിന്ന് സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നൊഴുകുന്ന കൃപ ഓരോ ജീവിതങ്ങളിലെയും വ്യാപരിക്കും. നമ്മുടെ ഏവരവക ദേവാലയത്തിലും നമ്മുടെ ആശ്രമങ്ങളിലും എല്ലാം അതെല്ലാം വിശുദ്ധ സ്ഥലമാണ്. അവിടെ നിന്നെല്ലാം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ വചന ശുശ്രൂഷ കേട്ടുകൊള്ളുമ്പോൾ ശെഹിയോന്റെ ബലിപീഠത്തിൽ നിന്ന് ഈ ദേവാലയത്തിൽ നിന്ന് കൃപ നമ്മുടെ ജീവിതത്തിൽ ഒഴുകി വരുന്ന സമയമാണത്. വിശ്വാസത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ കർത്താവിന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് അതരവ് ഹൃദയം ഒന്നുപോലെ തുറന്ന് കർത്താവിന്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, യെസക്കേൽ പ്രവചനത്തിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന നഗരത്തിൽ എല്ലാ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് ഒഴുകുമെന്ന്. ഓ ദൈവമേ, അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഇവിടുന്ന് ഇപ്പോൾ പ്രഘോഷിക്കുമ്പോൾ ഓ ദൈവമേ, കാലങ്ങൾക്ക് ശേഷം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോ ദാസിദാസന്മാര് മുൻകൂട്ടി കണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. യോഹന്നാൻ 17 യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി, വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷ ലോകത്തിന്റെ അവസാന കാലഘട്ടം വരെ ആരൊക്കെ കാണുന്നോ അവരിലേക്കെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നന്മകളും കൃപകളും ഒഴുകാൻ തക്ക വിധം പരിശുദ്ധാത്മാവേ ഈ വചന ശുശ്രൂഷയെ വ്യാപരിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമേ. ഓരോ വചനം പ്രഘോഷിക്കുമ്പോൾ ആ വചനപ്രകാരമുള്ള അഭിഷേകങ്ങൾ മാലാഖമാരും വിശുദ്ധരും ഇവരുടെ കുടുംബങ്ങളിൽ ഒഴുക്കാൻ മധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, വചന ശുശ്രൂഷ തടസ്സം നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും പൈശാചിക പീഡകളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായ അഭിഷേകത്തിന്റെ കൃപയൊഴുകട്ടെ കർത്താവ്. അടിഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെല്ലാം തുറക്കപ്പെട്ട കർത്താവ്, അവിടുത്തെ നന്മ കൊണ്ട് ദൈവജന സംതൃപ്തരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വചനത്തെ ഹൃദയത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ച നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആത്മീയ സന്താനങ്ങളെ ജനിപ്പിക്കുക. 1 ദിനവൃത്താന്തം 25:5 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഹേമാനെ ഉന്നതനാക്കുന്നതിന് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവന് നൽകി. അവർക്ക് പറയാം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഹേമാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനെ ഉന്നതനാക്കാൻ കർത്താവ് തീരുമാനിച്ചു. അതിനുവേണ്ടി കർത്താവ് ചെയ്തത് എന്താണെന്നറിയോ? അവന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും കർത്താവ് കൊടുത്തു. മക്കളെ ജനിപ്പിക്കാൻ കർത്താവ് കൃപ നൽകി അങ്ങോട്ട് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. മക്കളുടെ എണ്ണം വർദ്ധിക്കുന്തോറും ആ കുടുംബം ഉന്നതകരമായൊരു കുടുംബമായി മാറുമെന്ന് സേവർക്കാൻ വട്ടാലച്ചൻ നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുന്ന പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത് കേൾക്കാത്തതായി ഇവിടെ ആരുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോരുന്ന ലീഫ്ലെറ്റ് നിങ്ങളുടെ കുടുംബങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബം ധാരാളം മക്കളുള്ള കുടുംബമാണെങ്കിൽ അത് അനുഗ്രഹിക്കുന്ന കുടുംബമാണെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ മറ്റൊരു മാർഗവും കൂടെ കർത്താവ് വചനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് നൽകുന്ന സൂചന ഇതാണ്: ഒരു ഭാര്യയും ഭർത്താവും
ഒരു കുടുംബനാഥനും കുടുംബനാഥയും തങ്ങളുടെ സ്നേഹത്തിൽ ഒന്നാകുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ജീവൻ രൂപപ്പെട്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ ആത്മീയമായി മക്കളെ നീ ജനിപ്പിക്കണമെന്ന് കർത്താവ് വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയമായി മക്കൾക്ക് ജന്മം നൽകണം. വിവാഹമെന്ന കൂദാശ വഴി ദമ്പതിമാർ ഒരുമിച്ച് ചേർന്ന് അവരുടെ സന്തോഷത്തിൽ അവരുടെ സ്നേഹത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന പോലെ ആത്മീയമായി നീ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം. അത് ഏത് ജീവിതാന്തസ്സുള്ള വ്യക്തിയാണെങ്കിലും, വൈദികനാണെങ്കിലും, സിസ്റ്ററാണെങ്കിലും, വിവാഹം കഴിച്ച ആളാണെങ്കിലും കഴിക്കാത്ത ആളാണെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം വെളിപ്പെടുന്ന കാര്യമാണ് ആത്മീയമായി നീ മക്കളെ ജനിപ്പിക്കണം. ഉറക്കെ പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അതെങ്ങനെയാണ് നടക്കുന്നത്? അതിനെക്കുറിച്ച് നമുക്കൊരു വെളിപ്പെടുത്തൽ കിട്ടുന്നത് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിലാണ്. യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാം തിരുലിഖിതം, തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമായി നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? നമ്മൾ എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ ആളായി മാറിയത്? വചനം കൊണ്ട് ആരോ നമുക്ക് ജന്മം നൽകിയിട്ടുണ്ട് സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മാമോദീസായിലൂടെ യേശുക്രിസ്തുവിനോട് നമ്മൾ ഒന്നായി ചേർന്ന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദപഠന ക്ലാസ്സുകളിലൂടെ, കൺവെൻഷനിലൂടെ, പലവിധ ആത്മീയ പ്രസിദ്ധീകരണം കൊണ്ട് എല്ലാം ആത്മാവിൽ അനേകർക്ക് ജന്മം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വചനം കൊണ്ട് ജന്മം നൽകണം. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കോരിന്തോസ് ലേഖനത്തിൽ ഒരു വചനം പഠിച്ചാൽ നമുക്കത് കൂടുതൽ വ്യക്തമാകും. 1 കോരിന്തോസ് 4:15 1 കോരിന്തോസ് 4:15 പൗലോസ് ശ്ലീഹ കോരിന്തോസുകാരോട് ചില കാര്യങ്ങൾ വളരെ ഉറപ്പുള്ള ഭാഷയിൽ പറയുകയാണ്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. പൗലോസ് പറയാണ്, നിങ്ങൾക്ക് ഒരുപാട് ഉപദേശകരുണ്ടാവാം, നിങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ തരാൻ ആൾക്കാരുണ്ടാവാം, നിങ്ങളെ പല വിധത്തിൽ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ടാകാം. പക്ഷെ നിങ്ങളൊരു കാര്യം മറക്കരുത്. പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിനക്ക് ജന്മം നൽകിയത് ഞാനാണ്, നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. സുവിശേഷ പ്രസംഗം വഴി പൗലോസ് ശ്ലീഹ കോരിന്തോസ് സഭയ്ക്ക് ജന്മം നൽകി. സുവിശേഷ പ്രസംഗം വഴി പൗലോസ് ശ്ലീഹ ഗലാത്യ സഭയ്ക്ക് ജന്മം നൽകി. സുവിശേഷ പ്രഘോഷം വഴി പൗലോസ് ശ്ലീഹ എഫെസു സഭയ്ക്ക് ജന്മം നൽകി. ഉറക്കെ പറയാ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പൗലോസ് ശ്ലീഹ യേശുക്രിസ്തുവിനെ സുവിശേഷം പ്രസംഗിച്ചത് വഴി ആ സുവിശേഷം കേട്ട് അനേകം പേർ യേശുക്രിസ്തുവിൽ ജനിച്ച്, അങ്ങനെ എന്തായി? പൗലോസ് ശ്ലീഹ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മീയ മക്കളുടെ പിതാവായിട്ട് മാറി. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ നിന്റെ പിതാവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് 1 പത്രോസ് 1:23 നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, പിന്നെയോ അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. സജീവവും സനാതനമായ ദൈവവചനത്തിൽ നിന്നാണ് നീ ജന്മം കൊണ്ടിരിക്കുന്നതാണ് വചനം വെളിപ്പെടുത്തുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ അനേക ആത്മീയ സന്താനങ്ങൾക്ക് ജന്മം നൽകാനുള്ള വലിയൊരു ഉത്തരവാദിത്വം തിരുസഭ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കാണ്, കാഞ്ഞിരപ്പള്ളിക്കാരിയായ അനിത എന്ന് പറയുന്നൊരു പെൺകുട്ടി, ഞാൻ കോയമ്പത്തൂരായിരുന്നൊരു കാലഘട്ടത്തിൽ ആ പെൺകുട്ടി അവൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അവൾ മറ്റൊരു മതവിഭാഗത്തിൽ ജനിച്ചൊരു ദൈവവൈദ്യരായിരുന്നു. എന്നിട്ട് അവൾ എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷകനെന്ന് ആദരമായി സ്വീകരിച്ചു. അവൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. കാലക്രമത്തിൽ അവളും അവളുടെ മാതാപിതാക്കന്മാരും മാമോദീസ സ്വീകരിച്ചു. അങ്ങനെ മാമോദീസ സ്വീകരിച്ച ആ കാലഘട്ടത്തിൽ ഞാൻ അവളെ കണ്ടപ്പോൾ ചോദിച്ചു, നീ എങ്ങനെയാണ് യേശുക്രിസ്തുവിൽ ജനിച്ചത്? ആരാണ് യേശുക്രിസ്തു നിനക്ക് പരിചയപ്പെടുത്തി തന്നത്? അപ്പോൾ ആ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസി പറഞ്ഞത് ഇങ്ങനെയാണ്:
ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ആ സിസ്റ്റർ എന്നെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു. വിശുദ്ധ കുർബാനയിൽ എന്നെ കൊണ്ടുപോകുമായിരുന്നു. വിശുദ്ധ കുർബാന ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ എനിക്ക് യേശുവിനെ ഇഷ്ടമായി. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശു എനിക്ക് അനുഭവമായിട്ട് മാറി. അങ്ങനെയാണ് ഞാൻ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതെന്ന് ആ പെൺകുട്ടി പറഞ്ഞാൽ ഓർക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്ന് പറഞ്ഞാൽ ആ സിസ്റ്ററിന്റെ സുവിശേഷ പ്രസംഗം വഴി അനിത ഈ ഒരു ആത്മീയ പുത്രിയായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ആ അനിത എന്ന് പറഞ്ഞ ഒരു ആത്മീയ പുത്രിക്ക് ജന്മം കൊടുക്കാൻ ഈ സുവിശേഷ പ്രഘോഷം അനുവദിച്ചു എന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ. അതാണ് ശ്ലീഹ പറഞ്ഞത്, നമ്മൾ ആത്മീയമായ ധാരാളം മക്കൾക്ക് ജന്മം നൽകണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. അങ്ങനെ ജന്മം നൽകിയാൽ ഞാനും എൻ്റെ കുടുംബാനുഗ്രഹം പ്രാപിക്കും. ഞാൻ ഓർക്കാണ് സെഗിയോൻ ധ്യാനകേന്ദ്ര ശുശ്രൂഷ എന്ന റാഫേൽ തടുതറ എന്നൊരു ബ്രദറുണ്ട്. ആ ബ്രദറിൻ്റെ ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് ശുശ്രൂഷയ്ക്ക് സെഗിയോനിൽ വരും. അവർക്ക് നാളുകളായിട്ട് മക്കളില്ല. അപ്പം ഞാൻ ഒരു സഹോദരോട് ചോദിച്ചു, നിങ്ങൾക്ക് മക്കളില്ലല്ലോ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നല്ല സന്തോഷത്തോടെ ആയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ ഞങ്ങൾക്ക് മക്കളില്ലെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾക്ക് മക്കളില്ലെന്ന് ആര് പറഞ്ഞു? ഞങ്ങളുടെ സുവിശേഷ പ്രഘോഷം വഴി ഞങ്ങൾക്ക് ഒരുപാട് മക്കളുണ്ട്. അതിനകത്ത് വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അൽമാരുണ്ട്, കുടുംബങ്ങളുണ്ട്. കർത്താവിന് ഇന്ന് അവർ അറിയാത്ത എത്രയോ പേർക്ക് വചനം കൊടുത്ത് ഞങ്ങൾ മക്കൾക്ക് ജന്മം നൽകി കഴിഞ്ഞു. ആർക്കെ പറയാ ഹല്ലേലൂയ. സന്തോഷത്തിൽ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവ് നൽകുന്ന മാർഗമാണ് നീ ധാരാളം ആൾക്കാർക്ക് ജന്മം നൽകണം. നീ ധാരാളം മക്കളെ ജനിപ്പിക്കണം. നീ ധാരാളം കുടുംബത്തിൽ നിങ്ങളുടെ വിവാഹം എന്ന കൂതാശ വഴി മക്കൾ ജനിക്കുന്നത് പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ സമൂഹത്തിന്റെ അനേകം പേർക്ക് ജന്മം നൽകണം. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ആ മഴ നനഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് ധാരാളം പുതിയ പുതിയ മുകുളങ്ങൾ ഉണ്ടായി വരും, സസ്യങ്ങൾ കിളിർത്തു വരും എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ ഓരോ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട ദാസന്മാരുടെയും മനസ്സിൽ പരിപ്പിക്കുന്ന കാര്യമുണ്ട്. നിന്റെ സുവിശേഷ പ്രഘോഷം വഴി അനേകം മക്കൾ ജനിക്കാൻ ഇടവരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് ചിന്തിച്ച് നോക്ക്. ഇത്രയും വർഷത്തിനിടയിൽ നിങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് എത്ര ആത്മീയ പുത്രന്മാർ ജനിച്ചു, എത്ര ആത്മീയ പുത്രിമാർ ജനിച്ചു? പ്രൈസ് ദി ലോർഡ്. പറയാം ഹല്ലേലൂയ. എത്ര മക്കൾക്ക് ജന്മം നൽകി? തോമാസ് ലീഗ ഈ കേരളക്കരയിൽ വന്ന് പ്രസംഗിച്ചത് വഴിയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ യേശു ക്രിസ്തു ജനിച്ചത്? ഉറക്കെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിനെ അറിയാത്ത ദേശങ്ങളിൽ സുവിശേഷ പ്രസംഗിച്ച് ആത്മീയ മക്കൾക്ക് ജന്മം നൽകുക വഴി നീ നിന്റെ കുടുംബ അനുഗ്രഹം പ്രാപിക്കും. കുടുംബത്തിൽ മക്കളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ കുടുംബ അനുഗ്രഹം പ്രാപിക്കുന്ന പോലെ നിനക്ക് ആത്മീയ മക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതോറും സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം കൂടുമെന്ന് എഴുതപ്പെട്ട വചനം ഉറപ്പിച്ച് പറയുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഉറക്കെ പറയാ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. കാരണം റോമാലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ ശ്ലീഹ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ശ്ലീഹ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവരെങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗം ഇല്ലാതെ എങ്ങനെ കേൾക്കും? എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ കർത്താവിനെ അറിയാത്ത ജനകോടികളുണ്ട്. ആ ജനകോടികളെ കുറിച്ച് കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കാതെ അവരെങ്ങനെ കർത്താവിൽ ജനിക്കും? ആർക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. കാരണം വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണെന്ന് 17-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസം കേൾവിയിൽ നിന്നും, ഈ കേൾവി കർത്താവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ് രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ടല്ലേ എല്ലാ സുവിശേഷവും അവസാനിക്കുന്നത് എങ്ങനെയാ? എല്ലാ സുവിശേഷം അവസാനിക്കുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്ന വചനപ്രകാരമാണ്. യേശയ്യാ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ 8-ാം തിരുലിഖിതം. അതിനുശേഷം കർത്താവ് അല്ല ചെയ്യുന്നു, ഞാൻ ആരെയാണ് അയക്കുക, ആരാണ് എനിക്ക് വേണ്ടി പോവുക? യേശയ്യാ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. യേശയ്യാ പ്രഖ്യാപിക്കുകയാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവവൈതലേ, കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്ന ഭൂമി ആർക്ക് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്ക് വേണ്ടി സസ്യങ്ങളെ മുളപ്പിക്കാൻ കർത്താവിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുന്ന ഹെബ്രായ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്ന ഭൂമി ആർക്ക് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നു അവർക്ക് വേണ്ടി സസ്യങ്ങളെ മുളപ്പിക്കാൻ കർത്താവിൽ നിന്ന് മഴ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നിനക്ക് എത്രമാത്രം വചനം കിട്ടി? ഇപ്പൊ നീ വചനം കേട്ടോണ്ടിരിക്കില്ലേ? എത്രയോ കൺവെൻഷൻ കൂടി, എത്രയോ ധ്യാനം കൂടി, എത്രയോ പ്രാവശ്യം വചനോത്സവം ശാലോ തുടങ്ങി ആത്മീയ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു, എത്രയോ തവണ ഇടവപ്പള്ളി പ്രസംഗങ്ങൾ നീ കേട്ടു, എത്രയോ തവണ TV ചാനലുകൾ നീ ശുശ്രൂഷ സംബന്ധിച്ചു. എന്നിട്ട് കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിച്ചിട്ട് നിനക്ക് എത്ര മക്കൾ ജനിച്ചു എന്ന്? പ്രൈസ് ദി ലോർഡ്.
ഉറക്കെ പറ ഹല്ലേലൂയ. നീ പറഞ്ഞിട്ട് ഒരാളെങ്കിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? യേശുവിൽ ജനിച്ചിട്ടുണ്ടോ? നീ പറഞ്ഞിട്ട് ഒരു 50 പേരെങ്കിലും യേശുവിനെ കുറിച്ച് അറിഞ്ഞ് യേശുവിൽ ജനിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ചങ്ക് തകരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇല്ലെങ്കിൽ നമ്മുടെ ആത്മരക്ഷ ഉറപ്പില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ആത്മരക്ഷ ഉറപ്പില്ല. നീ ജോലി ചെയ്യുന്ന ബിസിനസ് സ്ഥാപനത്തിൽ എത്രയോ പേര് ഇനി യേശു ക്രിസ്തുവിനെ അറിയാത്തവരുണ്ട്. നീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എത്ര പേര് യേശുവിനെ കുറിച്ച് അറിയാത്തവർ നിന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. നീ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എത്രയോ പേർ യേശുവിൽ ജനിക്കാത്തവർ ഇനിയുണ്ട്. നീ ജനിപ്പിച്ചിട്ടുണ്ടോ? പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കാൻ നിൽക്കുമ്പോ ജ്ഞാനസ്നാന മാതാപിതാക്കളായിട്ട് തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമായിട്ട് നിൽക്കുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് CCL കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ സൂചിപ്പിച്ചൊരു സംഗതിയുണ്ട്. എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ആത്മീയ ഉത്തരവാദിത്തം മുഴുവൻ നമുക്കാണ്. ആരാണ് ജ്ഞാനസ്നാന മാതാപിതാക്കൾ? ആ കുഞ്ഞിനെ ആത്മീയമായി വളർത്താനുള്ള ചുമതല അവർക്കാണ് എന്ന് പറയുന്നത് പോലെ എൻ്റെ സഹോദരങ്ങളെ, എത്രയോ മക്കളെ വളർത്താനുള്ള ചുമതല നമുക്കുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കണം. നീ ഇത്ര കാലം സുവിശേഷം കേട്ടിട്ട് ഒരാളെയെങ്കിലും സുവിശേഷത്തിൽ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ആത്മരക്ഷ എന്താവും? എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഈ ഒരു കാര്യത്തെ ഗൗരവത്തെ ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആരൊക്കെയോ സുവിശേഷം പ്രസംഗിച്ചത് വഴിയാണ് നമ്മൾ ക്രിസ്തുവിൽ ജന്മം കൊണ്ടതെങ്കിൽ നിന്റെ സുവിശേഷ പ്രഘോഷം വഴി അനേകർ ക്രിസ്തുവിൽ ജനിക്കണം. അങ്ങനെ നീ ആത്മീയ പിതാവാകണം. അബ്രാഹാം വിശ്വാസികളുടെ പിതാവായത് അങ്ങനെ വിശ്വാസത്തിൽ തെളിയിച്ചിട്ടല്ലേ? നീ സുവിശേഷം പ്രസംഗിച്ച നീ അനേകം ആത്മാക്കളുടെ പിതാവായിട്ട് മാറണം. അതിനൊരു അഭിഷേകത്തിനുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, അബ്രാഹാം വിശ്വാസികളുടെ പിതാവായതുപോലെ ഓ ദൈവമേ, സുവിശേഷ പ്രഘോഷണം വഴി അനേകം മക്കൾക്ക് ജന്മം നൽകി കർത്താവേ, അങ്ങനെ ആത്മീയ മാതാവ് പിതാവുമായി മാറാൻ തക്ക വിധം ഞങ്ങൾ ഓരോരുത്തരുടെ അഭിഷേകം ചെയ്യണമേ. ഈ വിതയ്ക്കപ്പെട്ട ഒരു വചനം പോലും സാത്താൻ അത് മോഷ്ടിക്കാതിരിക്കാൻ തക്ക വിധം, കളകൾ വന്ന് അത് ഞെരുക്കാതിരിക്കാൻ തക്ക വിധം ഓ പരിശുദ്ധാത്മാവിനെ അയച്ച് ഓരോ ദാസിദാസന്മാരുടെ ഹൃദയത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയ മക്കളെ ജനിപ്പിച്ച് അഭിവൃദ്ധി പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Hallelujah, Maranatha. Come, Lord Jesus. സാമുവേൽ പ്രവചനത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. ആകാശം ചായച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് വരും. കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവഭക്തനോടും കർത്താവ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ വെളിപ്പെടുത്തും. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട ദൈവപൈതലേ എന്ന് കർത്താവ് ആശ്വസിപ്പിക്കുന്നതായി വെളിപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം ഭയപ്പെടേണ്ട, ഇതാ കർത്താവിൻ്റെ സമാധാനമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ അവസ്ഥകളെ സമർപ്പിക്കുമ്പോൾ കർത്താവ് ആശ്വസിപ്പിക്കുന്ന സമയമാണ്. കർത്താവ് സമാധാനം നൽകുന്ന സമയമാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് കർത്താവ് വിടുതലിൻ്റെ ദൈവമായി വ്യാപരിക്കുന്ന സമയമാണ്. കർത്താവ് പാലസ്തീനയുടെ പരിസര പ്രദേശങ്ങളിൽ കടന്നുപോയപ്പോൾ വഴിയുടെ ഇരുവീതികളിലും പലവിധ പ്രശ്നങ്ങളാൽ നിന്നവർ ഇതുപോലെ കർത്താവിനെ നിലവിളിച്ചപ്പോൾ കർത്താവ് അവരെല്ലാം അനുഗ്രഹിച്ച് അവരെല്ലാ പ്രശ്നത്തിനും കർത്താവ് ഉത്തരം നൽകി. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്തു, ഭയമുള്ളവരെ ധൈര്യപ്പെടുത്തി, രോഗമുള്ളവരെ സുഖപ്പെടുത്തി, ബന്ധനത്തിരുന്നവരെ വിടിപ്പിച്ചു, പൈശാചിക ബന്ധനത്തിലുണ്ടപ്പോൾ പിശാചിനെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. അതേ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ അന്ന് സംഭവിച്ചതെല്ലാം ഇന്ന് സംഭവിക്കും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്.
കർത്താവിന്റെ പക്കലെ ഈ കാര്യങ്ങൾ ഉയർത്തി കർത്താവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസിദാസന്മാരെയും കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഓ കർത്താവായ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തടസ്സങ്ങൾ ഇരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. നാരകീയ സേനകൾ വിട്ടുമാറി പോകട്ടെ. അത്ഭുത വിടുതൽ കൃപയാഭിഷേകം ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന.